മെറ്റൽ കോമ്പൗണ്ടുകളിൽ നിന്ന് അഥവാ ഓറുകളിൽ നിന്ന് മെറ്റലിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തു. എന്നിരുന്നാലും ആ മെറ്റലിൽ ചെറിയ ചില ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഇമ്പ്യൂരിറ്റീസിനെ കൂടി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് വിളിക്കുന്നത്. അതിൽ ഒരുപക്ഷെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത മെറ്റലിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് കൂടിയ ഇമ്പ്യൂരിറ്റി ഉണ്ടാവാം, കുറഞ്ഞ ഇമ്പ്യൂരിറ്റി ഉണ്ടാവാം. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത മെറ്റലിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് കൂടിയ ഇമ്പ്യൂരിറ്റിയാണ് പ്രസൻ്റ് ആയതെങ്കിൽ നമ്മൾ പോകുന്ന റിഫൈനിങ് പ്രോസസ്സാണ് ലിക്വേഷൻ. ഒരു ചരിഞ്ഞ പ്രതലത്തിൽ, ഇതോടെ നോക്കണേ, ചരിഞ്ഞ പ്രതലത്തിൽ നമ്മൾ മെറ്റൽ വെക്കും. നമ്മൾ കിട്ടിയ എക്സ്ട്രാക്റ്റഡ് മെറ്റൽ അവിടെ വെക്കും. എന്നിട്ട് അതിനെ നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യും. അവിടെ നമ്മളുടെ മെറ്റലിന് മെൽറ്റിംഗ് പോയിന്റ് കുറവും ഇമ്പ്യൂരിറ്റിക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുമായിരിക്കും. അപ്പോൾ ചൂടാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഉരുകി ഒലിക്കുന്നത് ഏതായിരിക്കും? ലിക്വേഷൻ നടക്കുന്നത്, ലിക്വിഫൈ ചെയ്യപ്പെടുന്നത് ഏതായിരിക്കും? നമ്മളുടെ മെറ്റലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടിന്ന്, ലെഡ് പോലുള്ള ലോ മെൽറ്റിംഗ് മെറ്റലുകൾ, എന്നുവെച്ചാൽ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവുള്ളവരാണ് സാധാരണ ലിക്വേഷൻ എന്ന പ്രോസസ്സ് വഴി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോക്കേ, നമ്മളിപ്പോൾ ടിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കുക, അപ്പോൾ അതിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റിക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടി സ്ലൈഡിങ് പ്രതലത്തിൽ വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മെൽറ്റ് ചെയ്ത് ആരായിരിക്കും? ടിന്നായിരിക്കും. ആ ടിന്നിനെ നമുക്ക് ആ ടിന്നിനെ നമുക്ക് വേർതിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് റിഫൈനിങ് എന്ന പ്രോസസ്സായി. ക്ലിയർ? രണ്ടാമത്തെ ഒരു പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ. വളരെ വൃത്തിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റുക. നമ്മൾ ചാരായം വാറ്റലില്ലേ, അതേപോലെ വാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളിവിടെ മെൽറ്റിംഗ് പോയിന്റിന്റെ ബേസിസിൽ ആദ്യം മെൽറ്റ് ചെയ്തതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുകയല്ലേ ചെയ്തത്. ഇമ്പ്യൂരിറ്റി മെൽറ്റ് ചെയ്യാതെ അവിടെ കിടക്കുകയും ചെയ്തു. അതേപോലെ ബോയിലിംഗ് പോയിന്റിന്റെ ബേസിസിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നത്. റിഫൈനിങ് പ്രോസസ്സാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ വാട്ടർ ഉണ്ട്. വാട്ടറിലേക്ക് കുറച്ച് ആൽക്കഹോൾ മിക്സായി. ഞാൻ ആൽക്കഹോൾ, ഒരു എക്സാമ്പിൾ പറയണേ, മെറ്റലിൻ്റെ കേസിലല്ല, ആൽക്കഹോൾ വാട്ടറും കൂടി മിക്സായി. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് 68 ഓർ 72 ഇൻ ബിറ്റ്വീനിലാണ് ഉണ്ടാവുക. ക്ലിയർ? ഇതിന് രണ്ടിനെയും കൂടി ഞാനൊരു കുക്കറിലിട്ട് ഒരു പൈപ്പ് ഇങ്ങനെ അതിൻ്റെ വിസിൽ വരുന്നതില്ലേ, അവിടേക്ക് ഒരു പൈപ്പ് ഇട്ട് വെച്ചു. കുക്കറിനെ ഞാൻ ഹീറ്റ് ചെയ്തു. ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുവന്നേ ഒരു 60-68 ഡിഗ്രി ആകുമ്പോൾ ആൽക്കഹോൾ ഇവാപ്പറേറ്റ് ചെയ്യും. കാരണം ബോയിലിംഗ് പോയിന്റ് ക്രോസ് ചെയ്താൽ ഗ്യാസ് ആവില്ലേ, ഇവാപ്പറേറ്റ് ചെയ്യും. അത് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി വരും, അതിനെ കണ്ടൻസ് ചെയ്താൽ ലിക്വിഫൈ ചെയ്യും. ക്ലിയർ? ഇനി വാട്ടർ പുറത്തേക്ക് വരണമെങ്കിൽ എത്ര സമയം എടുക്കണം? വീണ്ടും ഹീറ്റ് ചെയ്യണം. 100 ഡിഗ്രി സെൽഷ്യസ് ക്രോസ് ചെയ്യണ്ടേ, കാരണം വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രീൻ്റെ മുകളിലല്ലേ. അപ്പോൾ ആദ്യം പുറത്തേക്ക് വന്നത് ആരായിരിക്കും? ആൽക്കഹോൾ ആയിരിക്കും. ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോ ബോയിലിംഗ് മെറ്റൽസ് ലൈക്ക് ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റലുകളെയാണ് നമ്മൾ ഈ ഫോർമാറ്റിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാറുള്ളത്. ഇനി ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ മനസ്സിലാക്കുക, ഹൈലി റിയാക്റ്റീവ് മെറ്റലുകൾ മോർ സ്റ്റേബിൾ കോമ്പൗണ്ടുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, അലുമിനിയം പോലുള്ള സാധനങ്ങൾ. അവരെ റിഫൈൻ ചെയ്യാനാണ് സാധാരണ അവർ ഏത് യൂസ് ചെയ്യാറുള്ളത്? ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് യൂസ് ചെയ്യാറുള്ളത്. കോപ്പർ പോലുള്ള സാധനങ്ങളൊക്കെ. ഇനി അതിൽ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ആനോഡായിട്ട് ഇംപ്യൂർ മെറ്റലും കാഥോഡായിട്ട് പ്യുവർ മെറ്റലും എടുത്ത് ഇലക്ട്രോളിസിസ് നടത്തിയാൽ മതി. അവിടെ ഒറ്റ ക്വസ്റ്റ്യനെ പറയാൻ സാധ്യതയുള്ളൂ. ആനോഡായിട്ട് ഇംപ്യൂർ മെറ്റൽ, കാഥോഡായിട്ട് പ്യുവർ മെറ്റൽ. ആനോഡിൽ നിന്നുള്ള മെറ്റൽ കാഥോഡിലേക്ക് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. സാധാരണ കോപ്പർ, സിങ്ക് പോലുള്ള സാധനങ്ങളാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് വഴി ക്ലിയർ ചെയ്ത് എടുക്കാറുള്ളത്.